മുഖത്ത് നാണൊക്കെയും വരുത്തി ചായയുമായി അവരുടെ മുന്നിലേക്ക് ചെന്നപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് നീണ്ടു. സാരിയിൽ അനുവിനെ കണ്ടതും ദക്ഷ് അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. പപ്പയ്ക്കൊരു ചെറുപുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അനു അയാൾക്ക് ആദ്യം ചായ കൊടുത്തു. ശേഷം തന്നിൽ മാത്രം ദൃഷ്ടി പതിപ്പിക്കുന്ന ദക്ഷിനും ചായ കൊടുക്കാൻ നേരം അവൾ അവനെ ഒന്ന് നോക്കി ചിരിച്ചതും ദക്ഷിന്റെ മുഖം വിടർന്നു. ശേഷം അവൾ അബിക്ക് ചായ കൊടുത്തു ദേവുവിന്റെ അരികിൽ വന്ന് നിന്നു. അവളുടെ ആ നിൽപ്പിലും ഭാവത്തിലും ആർക്കും ഒരു അസ്വാഭാവികതയും തോന്നിയില്ല. ദക്ഷിന്റെ നോട്ടം ഇടയ്ക്കിടെ അനുവിനെ തേടിയെത്തുന്നുണ്ടായിരുന്നു. അനുവിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞത് ദക്ഷ് തന്നെയാണ്. ശേഷം ഇരുവരും സംസാരിക്കാൻ വേണ്ടി ഗാർഡനിലേക്ക് ചെന്നു. ഇരുവരും ഏറെ നേരമായിട്ട് ഒന്നും മിണ്ടിയില്ല. പക്ഷെ ദക്ഷിന്റെ കണ്ണുകൾ അവളിൽ അലഞ്ഞു നടക്കുന്നുണ്ട്. അവന്റെ ആ നോട്ടം അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ അവൾ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. നിങ്ങളുമായുള്ള ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല. ഈ സ്നേഹം, ഇഷ്ടം ഇതൊക്കെ ഒരാൾക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ. എനിക്ക് നിങ്ങളോട് ഒരിക്കലും അങ്ങനെ ഒരു ഇഷ്ടം തോന്നാനും പോണില്ല. കാരണം ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. അയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ. ഫൈനൽ എക്സാം കഴിഞ്ഞ് ടെൻഷനൊക്കെയും വിട്ടുമാറി അഭിയേട്ടനോട് ഇക്കാര്യം സംസാരിക്കാം എന്നതായിരുന്നു എൻ്റെ മനസ്സിൽ. അതിനിടയിലാണ് നിങ്ങളിങ്ങനൊരു കാര്യം പറഞ്ഞു വരുന്നത്. അനു അത്രയും പറഞ്ഞു നിർത്തി. അനു പറഞ്ഞതൊക്കെയും കേട്ട് ദക്ഷ ആകെ മരവിച്ച് നിൽപ്പാണ്. അബിയുടെ പെങ്ങൾ ഒരു പ്രണയത്തിലും ചെന്ന് പെടില്ല എന്നുറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പിന്മേലാണ് ഇത്രയും കാലം അവളെ മനസ്സിൽ കൊണ്ട് നടന്നതും. എന്നിട്ടിപ്പോൾ അവൾ മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ദക്ഷ ആകെ തകർന്നു പോയിരുന്നു. മറ്റൊരാളെ ഇഷ്ടമാണെങ്കിൽ നീ എന്തിനാ എൻ്റെ മുന്നിൽ ഇങ്ങനെ കെട്ടിയൊരുങ്ങി നിന്നത്? ദക്ഷിണ അത് ചോദിക്കാതിരിക്കാനായില്ല. അതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്നെ പെണ്ണ് കാണാൻ വരാൻ? ഇല്ലല്ലോ. പിന്നെ ഈ ഒരുങ്ങി കെട്ടിയതേ എൻ്റെ ഏട്ടൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ചെറിയൊരു വഴി. നിങ്ങളുടെ പെങ്ങളെ തന്ത്രപരമായി എൻ്റെ ചേട്ടനെ സ്വന്തമാക്കി എന്നെ തോൽപ്പിച്ചു. എന്നിട്ടിപ്പോൾ അവളുടെ ചേട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു വീണ്ടും തോൽപ്പിക്കാന്ന് കരുതി. സമ്മതിക്കില്ല ഞാൻ. ആങ്ങളെയും പെങ്ങളുടെയും ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്നെ അവിടെ കൊണ്ടുപോയി നരകിപ്പിക്കുക. എന്നാ കേട്ടോ, നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. ഈ ദക്ഷേ നിന്നെ നരകിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നല്ലേ? അതിന് ഇതുപോലൊരു വഴിയായിരിക്കില്ല തിരഞ്ഞെടുക്കുന്നത്. അതിന് എത്രയോ മാർഗങ്ങളുണ്ട്. സ്നേഹം നടിച്ച് വഞ്ചിക്കാൻ ഞാനോ എൻ്റെ പെങ്ങളോ പഠിച്ചിട്ടില്ലടി. നീ ഒരു അഹങ്കാരിയാണെന്ന് നേരത്തെ മനസ്സിലായതാ. പക്ഷേ അറിയാതെ എപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചു പോയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ അനിയത്തിയെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുത്തി നോവിപ്പിച്ച നിന്നെ ഞാൻ വെറുക്കാതിരുന്നത്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് തിരിച്ചറിയാൻ ഇത്തിരി വൈകിപ്പോയി. നിനക്ക് കല്യാണത്തിന് ഇഷ്ടമില്ലെങ്കിൽ നിന്റെ ഏട്ടനോട് തുറന്നു പറഞ്ഞാൽ പോരെ, അല്ലാതെ ഏട്ടന് മുന്നിൽ ഇങ്ങനെ അഭിനയിച്ച് തകർക്കുക വേണ്ടേ? ദക്ഷിന്റെ സ്വരത്തിൽ അവളോടുള്ള ദേഷ്യവും വെറുപ്പും പ്രകടമായിരുന്നു. ഞാനിനി മറ്റൊരാളെ കെട്ടണമെന്ന് പറഞ്ഞാൽ അഭിയേട്ടൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം നിങ്ങൾ അങ്ങേർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. മറ്റൊരാളെ മനസ്സിലിട്ട് നിങ്ങളുടെ കൂടെ ഒരു ജീവിതം അതെനിക്ക് സാധ്യമല്ല. ഇനിയിപ്പോൾ അങ്ങനെ ജീവിക്കേണ്ടി വന്നാൽ തകരുന്നത് നമ്മുടെ ജീവിതം മാത്രമായിരിക്കില്ല, നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം കൂടിയായിരിക്കും. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതുകൊണ്ട് നിങ്ങളായിട്ട് തന്നെ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറി എന്നെ എൻ്റെ വഴിക്ക് വിടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പെങ്ങളെ സ്നേഹിച്ചില്ലേലും ഉപദ്രവിക്കില്ല. എന്ത് വേണമെന്നതേ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പിന്നെ ഇപ്പോൾ എടുത്തു ചാടി ഈ വിവാഹം വേണ്ടെന്ന് പറയാൻ നിൽക്കണ്ട. ഇപ്പോൾ പറഞ്ഞാൽ അഭിയേട്ടൻ ആ ദേഷ്യം മുഴുവനും എന്നോട് തീർക്കും. ഞാനത് ഏതേലും വഴിക്ക് നിങ്ങളുടെ പെങ്ങളിലും തീർക്കും. എനിക്കെന്തോ അവളെ കാണുന്നതേ കലിയാണ്. ദേവുവിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോന്നും കേട്ടതും ദക്ഷിന്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു ദേഷ്യം നിയന്ത്രിച്ചു. കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ. അതിനിടയിൽ ജാതകം കൈമാറുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം പിന്മാറണം. ആ നേരത്ത് ഞാൻ രോഹിത്തിൻ്റെ കാര്യം നൈസായിട്ട് അവതരിപ്പിച്ചോളും. അതോടെ ഇലക്കും ഉള്ളിലും കേടില്ലാതെ ഈ കാര്യം സോൾവ് ആവും. അനു നിസ്സാര മട്ടിൽ അത്രയും പറഞ്ഞു നിർത്തി. കൊള്ളാം, നല്ല ബുദ്ധി. നീ ആയിട്ട് തന്നെ നിന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മുന്നിൽ തുറന്നു കാട്ടി. സന്തോഷം. ഇതുപോലൊരു സാധനത്തിനെയാണല്ലോ ഞാൻ ഇത്രയും നാൾ മനസ്സിൽ കൊണ്ട് നടന്നത്. നിന്നെ കെട്ടിയിരുന്നാൽ എൻ്റെ കുടുംബം നീ കുട്ടിച്ചോറാക്കിയേനെ. അഭിയുടെ പെങ്ങളാണല്ലോ, അതിൻ്റെ ഒരു നന്മ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് കരുതി എനിക്ക് തെറ്റി. ഏതായാലും ഞാൻ രക്ഷപ്പെട്ടു. എന്നെ വേണ്ടെന്ന് പറഞ്ഞെന്ന് കരുതി ഞാൻ നിരാശാകാമുകനായി താടിയും മുടിയും വളർത്തി തേരാപ്പാറ നടന്നു ജീവിതം കളയുമെന്ന് നീ കരുതണ്ട. എന്തായാലും നിന്നേക്കാളും നല്ലൊരു പെണ്ണിനെ തന്നെ ഞാൻ കെട്ടും. എന്നിട്ടേ നിന്റെ മുന്നിൽ കൂടി അവളുടെ കൈയും പിടിച്ച് വരികയും ചെയ്യും. ഇനിയിപ്പോൾ ഞാനായിട്ട് അബിക്ക് വിഷമം ഉണ്ടാക്കുന്നില്ല. ഞാൻ എന്തേലും കള്ളം പറഞ്ഞ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കൊള്ളാം. അതുവരെ അമ്മ പോലും ഇക്കാര്യം അറിയരുത്. അത്രയും പറഞ്ഞ് ദക്ഷ് അവിടെ നിന്ന് നടന്നു നീങ്ങി. ദക്ഷ് തൻ്റെ വണ്ടിക്കരികിലേക്കാണ് നടന്നത്. അവൻ്റെ കണ്ണുകൾ എന്തിനാണെന്നറിയാതെ നിറഞ്ഞു വന്നു. ദേഷ്യവും സങ്കടവും വാശിയും ഒരുമിച്ച് വന്നപ്പോൾ വായിൽ തോന്നിയത് അവളോട് വിളിച്ചു പറഞ്ഞെങ്കിലും ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടു നടന്ന പെണ്ണിൽ നിന്നും അങ്ങനെയൊക്കെ കേട്ടതും അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു.
മാറി നിന്ന് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുറക്കുന്ന ദക്ഷന് മുന്നിൽ അപ്പു പ്രത്യക്ഷപ്പെട്ടു. അവളെ കണ്ടതും ദക്ഷ് നിറഞ്ഞ കണ്ണുകൾ അവളിൽ നിന്നും മറച്ചു പിടിച്ച് ചിരിക്കാൻ ശ്രമിച്ചു. അനുവേച്ചി, ചേട്ടന് വേണ്ട. ദച്ചുവേട്ടന് ചേച്ചി കൊള്ളില്ല. ചേട്ടന് അതിനേക്കാളും നല്ലൊരു കുട്ടിയെ കിട്ടും. ഞാൻ അതുവഴി അറിയാതെ വന്നപ്പോൾ നിങ്ങളുടെ സംസാരം കേട്ടതാ. വിഷമിക്കട്ടോ. അപ്പു പറയുന്നത് കേട്ടതും ദക്ഷ അവളൊന്ന് നോക്കി. പേടിക്കണ്ട, ഞാനിത് ആരോടും പറയില്ല. അത്രയും പറഞ്ഞ് അവിടുന്ന് പോകുന്ന അപ്പുവിനെ ദക്ഷ ഒന്ന് നോക്കി നിന്നു. 2 ദിവസത്തിന് ശേഷം ഡിന്നറൊക്കെയും കഴിഞ്ഞ് ദേവു, അപ്പു, ആമി, ചോട്ടു 4 പേരും കൂടി ആമിയുടെ മുറിയിലിരുന്ന് കളി തമാശകൾ പറയുന്നുണ്ട്. ദേ അപ്പു, ഞാൻ പറഞ്ഞില്ലേ ഇത് വൈറലാവൂന്ന്. വിത്തിൻ 3 days 3.4 million വ്യൂസ്. ദേവു അപ്പുവിൻ്റെ വീഡിയോ അവർക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു. എൻ്റെ ദേവു, ഇതെങ്ങാനും അഭിയേട്ടം കണ്ട ആകെ പ്രശ്നമാവും. ആമിയാണാ പറഞ്ഞത്. എന്ത് പ്രശ്നം? ഒന്നും ഉണ്ടാവില്ല ചേച്ചി, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം പോരെ. പിന്നെ ചേച്ചി, ഒരു റിയാലിറ്റി ഷോയുടെ ഓഡിഷൻ നടക്കുന്നുണ്ട്, ഞാൻ അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ ഇത്രയും കഴിവുള്ള കുട്ടിയായിട്ടും അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അതൊന്നും വേണ്ട ദേവു, അഭിയേട്ടൻ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അറിഞ്ഞാലല്ലേ നമ്മൾ അറിയിക്കാതിരുന്നാൽ പോരെ. ദേ, ഇവിടെ അടുത്താണ് ഈ ചാനലിൻ്റെ സ്റ്റുഡിയോ ഉള്ളത്, ഞാൻ കൊണ്ടുപോയിക്കോളാം ഇവളെ. പിന്നെ മനുവേട്ടൻ അറിയുമ്പോല്ലേ, അതപ്പം നോക്കാം. ഞാൻ എന്തായാലും അപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെയും വരുന്നിടത്ത് വെച്ച് കാണാം. എന്നാലും ദേവു ആമയിൽ ആദ്യം നിറഞ്ഞു. ഒരെന്നാലും ഇല്ല, ഇതിൻ്റെ പേരിൽ എന്ത് വന്നാലും ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. അപ്പോൾ നമുക്ക് പൊളിക്കണം കേട്ടോ. ദേവു പറഞ്ഞത് കേട്ടതും അപ്പുവിൻ്റെ മുഖം വിടർന്നു. അമ്മു, അമ്മു, അമ്മു. അഭി മുകളിൽ നിന്നും ദേവുവിനെ ഉറക്കെ വിളിച്ച് കൂവുകയാണ്. അമ്മു, അമ്മു. പിന്നെയും വിളി വന്നു. ഓ, ഇങ്ങേരെക്കൊണ്ട് തോറ്റു. ദേവു പിറുപിറുത്തു. ചേച്ചി പെട്ടെന്ന് ചെല്ല് ചേച്ചി. ഇല്ലേ, ഇനി അത് മതി ദേഷ്യപ്പെടാൻ. ചെല്ല് ദേവു. അപ്പു പറഞ്ഞതിനോട് ആമി യോജിച്ചു. അവരോട് ഗുഡ് നൈറ്റും പറഞ്ഞ് ദേവ് അവിടെ നിന്ന് പോയി. ദേവ് സ്റ്റെയർ കയറുന്നതിനിടയിലാണ് അച്ചു അവളുടെ മുന്നിൽ പെടുന്നത്. അച്ചു ദേവിനെ നോക്കി ഒന്ന് ചിരിച്ചുവെങ്കിലും ദേവ് അവളെ മൈൻഡ് ചെയ്യാതെ സ്റ്റെയർ കയറി. അന്നേരം വാടിയ മുഖവുമായി അച്ചു സ്റ്റെയർ ഇറങ്ങി. ദേവ് ചെറുപുഞ്ചിരിയോടെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ അച്ചുവിനെ നോക്കി ചൂളമടിച്ചതും അച്ചു തിരിഞ്ഞു നോക്കി. അന്നേരം ദേവ് ചൂളമടിച്ചുകൊണ്ട് തന്നെ എന്തോ ചോദിച്ചതും കാര്യം മനസ്സിലാവാതെ അച്ചു വായും പൊളിച്ച് നോക്കി നിന്നു. മനസ്സിലായില്ല? ദേവ് ചോദിച്ചു. ഇല്ലെന്ന പോലെ അച്ചു ചുമൽ കൂച്ചി. ഞാനും അപ്പോൾ നാളെ രാവിലെ ജോഗിങ്ങിന് പോകുന്നുണ്ട്, വരുന്നുണ്ടോന്ന്. അഭിയേട്ടൻ? അച്ചു എന്തോ പറയാൻ വന്നു. അഭിയേട്ടൻ വരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതല്ല, അഭിയേട്ടൻ വഴക്ക് പറയില്ലേന്ന്. എന്തിന്? നമ്മൾ ഓടാനല്ലേ പോണത്, അല്ലാതെ ഒളിച്ചോടാനൊന്നും അല്ലല്ലോ. നീ വരുന്നുണ്ട, വാ. ഈ ചുരിദാർ ഇട്ടുകൊണ്ടാണ് ഓടാൻ പോണേ? ഞങ്ങളുടെ കയ്യിൽ ജോഗിങ് ഡ്രസ്സൊന്നും ഇല്ല ചേച്ചി. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നാളെ ആദ്യം രാവിലെ നീ എഴുന്നേറ്റാൽ മതി. എന്നാ ഞാൻ പോട്ടെ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ദേവ് മുറിയിലേക്ക് കയറി പോകുന്നത് അച്ചു ചെറുചിരിയാലെ നോക്കി നിന്നു. ദേവ് മുറിയിലെത്തിയതും അഭി ദേവുവിനെ കൂർപ്പിച്ചു നോക്കി. ഇപ്പം സമയം എന്തായി? അഭിയുടെ ചോദ്യം കേട്ടു ദേവു തൻ്റെ കയ്യിലെ ഫോണിൽ നോക്കി. 9:15 എന്ന് പറഞ്ഞു. 9 മണിയാകുമ്പോൾ പഠിക്കാനിരിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ അക്കാര്യം മറന്നു. അല്ലേലും പണ്ടേ അങ്ങനെയാ, പഠിക്കുന്ന കാര്യം വരുമ്പോൾ എനിക്ക് ഒടുക്കത്തെ മറവി. ഞാൻ പഠിച്ചോളാം, മനുവേട്ടൻ്റെ ജോലി ചെയ്തോളൂ, ദേവ് പറഞ്ഞു. എൻ്റെ ഇപ്പോഴത്തെ ജോലി നിന്നെ പഠിപ്പിക്കുക എന്നതാണ്. എവിടെ ഇരിക്ക് എന്നും പറഞ്ഞു അവൻ അവളുടെ ബാഗിൽ നിന്നും ബുക്കും എടുത്ത് ബെഡിൽ വന്നിരുന്നു. ഇരിക്ക്, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. ഞാൻ പഠിച്ചോളാന്നേ. നിന്നോട് ഇരിക്കാനാ പറഞ്ഞേ. അഭിയുടെ ശബ്ദത്തിൻ്റെ കട്ടി ഒന്നുകൂടി കൂടി. അതങ്ങ് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ പേടിപ്പിക്കണോ? റൊമാൻസിക്കുമ്പോൾ മാത്രം പാലും തേനും ഒഴുക്കിക്കോളും. ദേവ് ഓരോന്ന് പെരുവെടുത്തു അവൻ്റെ അരികിൽ വന്നിരുന്നു. അവൻ കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ തല ചായച്ചു കാലം നീട്ടിയിരുന്നപ്പോൾ അവളെ ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്നു. 11 മണിവരെ അവൾ ശരിക്കും ശ്രദ്ധിച്ചു കേട്ടു. അതിനുശേഷം അവൾക്ക് ഉറക്കം വന്നു തുടങ്ങി. അതുമല്ല, ജോഗിങ്ങിന് പോവാൻ രാവിലെ എഴുന്നേൽക്കണം. അവനാണെങ്കിൽ നിർത്തുന്ന മട്ടില്ല. മനുവേട്ടാ, അതെ, നമുക്ക് ഉറങ്ങിയാലോ? ഉറങ്ങാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയും. ചുമ്മാ സംസാരിച്ച സമയം കളയാതെ നീ ഇവിടെ ശ്രദ്ധിക്കാമോ? അവൻ്റെ ഗൗരവത്തിന് ഒട്ടും കുറവില്ല. ഇങ്ങനെ ഗൗരവിക്കാൻ ഇയാളാരും ഗൗരവകുമാറാ? അവൾ മനസ്സിൽ പറഞ്ഞു. അവൻ്റെ പഠിപ്പിക്കൽ നിർത്താൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവൾ ചിന്തിച്ചു. അവസാനം അവൾ അത് തന്നെ പുറത്തെടുത്തു. ഇരുന്ന് കാല് കഴിച്ചു എന്നും പറഞ്ഞ് അവൾ 2 കാലും മുന്നോട്ട് നീട്ടി നടുവ് നിവർത്തി 2 കൈയും പിന്നിലായി ബെഡിലൂന്നി വച്ചു. അവൻ അപ്പോഴും ബുക്കിൽ ദൃഷ്ടി പതിപ്പിച്ചിട്ടുണ്ട്. അബിയുടെ ആഗ്രഹം തീർത്തു കൊടുത്തേക്കാമെന്ന് കരുതി അന്നവൾ ധാവണിയായിരുന്നു എടുത്തിരുന്നത്. അവൻ്റെ തപസ്സിളക്കാൻ അല്പം മേനി പ്രദർശനം നടത്തി തമന്നാവേണ്ടി വരും എന്നറിയാവുന്ന ദേവു അവൻ നോക്കുന്നില്ല എന്നുറപ്പുവരുത്തി വയറിൽ നിന്നും ധാവണിയുടെ ഷോൾ നീക്കി വയറും നാവിച്ചുഴിയും കാണുന്ന തരത്തിൽ നിന്നുകൊണ്ട് അവൻ നാഗാർജുനാവുന്നുണ്ടോ എന്ന് ഒളി കണ്ടിട്ട് നോക്കി. എവിടെന്ന് അവൻ അപ്പോഴും പുസ്തകത്തിലെ അക്ഷരങ്ങളെ കാർന്നു തിന്നുന്നു.
അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അവളുടെ കാലെടുത്ത് അവൻ്റെ മടിയിലേക്ക് കയറ്റി വെച്ചതും അവൻ പുസ്തകത്തിൽ നിന്നും തല ഉയർത്തി നോക്കി. ആദ്യം അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് അവളുടെ വയറിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. അന്നേരം അവൾ സംഭവം ഏറ്റിട്ടുണ്ടോ എന്ന് വീക്ഷിക്കുകയായിരുന്നു. അവനത് ശ്രദ്ധിച്ചിരുന്നു. എന്തേ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. മനുവേട്ട, ഇരുന്ന് മടുത്തു, കാല് നല്ലോണം കഴക്കുന്നു, ഒന്ന് തടവി തരോ പ്ലീസ്, അവൾ കണ്ണുകൊണ്ട് കെഞ്ചിക്കൊണ്ട് കൊഞ്ചലോട് പറഞ്ഞു. അവൻ പുസ്തകം അടച്ചു വെച്ച് അവളുടെ കാല് തടവിക്കൊടുക്കാൻ തുടങ്ങി. അവൻ്റെ ശ്രദ്ധ മുഴുവൻ തൻ്റെ കാലിൽ മാത്രമാണെന്ന് മനസ്സിലാക്കി അവളുടെ മുഖം വാടി. പോരെ, ഇനി നമുക്ക് പഠിക്കാം. അവളുടെ കാലിൻ്റെ ഞൊട്ട ഒടിച്ചു അവളെ ചെറുതായി വേദനിപ്പിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ എരിവലിച്ചുകൊണ്ട് കാല് പെട്ടെന്ന് പിൻവലിച്ചു. എങ്കിലും അവൾ വിടാൻ ഒരുക്കമല്ലായിരുന്നു. മനുവേട്ട, ഇവിടെ ഭയങ്കര വേദനയാ. അവൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്ന് തൻ്റെ നഗ്നമായ വയറിലേക്ക് അവൻ്റെ കൈയെടുത്ത് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ഇത്തവണ ചെറുതായി അവൻ്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി. ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കണ്ണടച്ചു തുറന്നു. പുസ്തകം മടക്കി വെച്ചു. അവളെ മടിയിലേക്ക് പിടിച്ചിരുത്തി. നല്ല വേദനയാ? അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. ആന്നേ, ഒന്ന് തടവി തന്നാൽ മതി, ഞാൻ ഉറങ്ങിക്കോളാം. അവൻ്റെ നെഞ്ചിൽ തല ചായച്ചുകൊണ്ട് ദേവു പറഞ്ഞു. ആണോ? എന്നാലേ അതിനേക്കാളും നല്ല മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, തരട്ടെ? അവളുടെ മൂക്കിൻ തുമ്പ് കടിച്ചു വിട്ടുകൊണ്ട് അവൻ ചോദിച്ചു. അതൊന്നും വേണ്ട, എനിക്ക് ഉറങ്ങിയാൽ മതിന്നേ. പോരെന്നേ. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി മാടിയൊതുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് കൂടി ഒഴുകി നടക്കുന്നുണ്ട്. അവൻ്റെ നോട്ടം അത്ര പന്തിയല്ലോ എന്ന് തോന്നി അവൾ അവനെ നോക്കി വിളറിയ ചിരി സമ്മാനിച്ചു. ഇവിടെ വേദന ഉണ്ടോ? ഇവിടെയോ? അവളുടെ വയറിൽ അവിടെവിടെയായി തഴുകിക്കൊണ്ട് അവൻ ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ അവൻ്റെ കൈ അവളുടെ അടിവയറും കടന്ന് താഴേക്ക് സഞ്ചരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ദേവു പകപ്പോടെ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. അയ്യോ മനുവേട്ട, ദേ വേദന ഇപ്പോൾ കുറഞ്ഞുട്ടോ. മനുവേട്ടൻ്റെ ഒരു കൈപ്പുണ്യേ. ഇനി നമുക്കുറങ്ങാം. അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങിക്കൊണ്ട് ദേവു പറഞ്ഞു. എന്നാൽ അവൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് അവളുടെ തോളിലേക്ക് മുഖം പൂഴ്ത്തി അവളിലെ ഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ചു. അതോടൊപ്പം കെട്ടിവെച്ചിരുന്ന അവളുടെ മുടി അവൻ അഴിച്ചു വിട്ടിരുന്നു. എന്നെ ഓരോന്ന് കാട്ടി കൊതിപ്പിച്ചിട്ട് ഇപ്പോൾ ഉറങ്ങാന്നോ? അവളുടെ കാതോരം നുണഞ്ഞ് അവിടെ ചെറുതായി കടിച്ചു വിട്ടവൻ പറഞ്ഞതും അവളുടെ ഹൃദയം പോലും വിറച്ചു പോയിരുന്നു. അമ്മു, ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോന്നേ. നീ എന്ന പെണ്ണെ എന്നെ എല്ലാ അർത്ഥത്തിലും സംതൃപ്തനാക്കിക്കൊണ്ടിരിക്കുക. നിന്നിലെ ഓരോ അണുവിനോടും എനിക്ക് ഭ്രാന്തമായ പ്രണയം തോന്നുക. അറിയും തോറും വീണ്ടും അറിയാൻ തോന്നുക. നിന്നിൽ ഞാൻ അത്രയ്ക്കും അടിമപ്പെട്ടു പോയി. കാറ്റ് പോലെ നേർത്തതായിരുന്നു അവൻ്റെ സ്വരം. ആദ്യമായിട്ടായിരുന്നു അവൻ അതുപോലെയൊക്കെയും സംസാരിക്കുന്നത്. അതോടൊപ്പം അവൻ്റെ കൈവിരലുകൾ അവളുടെ വയറിൽ കുസൃതി കാട്ടുന്നുണ്ട്. അവളാണെങ്കിൽ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ മുടിക്കുള്ളിലേക്ക് കൈകടത്തി മുടിയിഴകളിലൂടെ വിരലോടിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാ പെണ്ണെ കോളേജ് വെച്ച് നിന്നെ മുന്നിലെത്തി ഞാൻ ക്ലാസ് എടുക്കുക? നിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ ഞാൻ സർവ്വതും വിസ്മരിച്ചു പോകും. അതുകൊണ്ടേ അങ്ങോട്ടുള്ള വരവ് നിർത്തിയാലോ എന്നാലോചിക്കുക. അഭി അത്രയും പറഞ്ഞു നിർത്തി. അമ്മു, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അവളെ തൻ്റെ മടിയിൽ നേരെ ഇരുത്തിക്കൊണ്ടവൻ ചോദിച്ചു. ഞാൻ എന്താ പറയണ്ടേ? അവൻ്റെ മുഖം കാണാൻ പാകത്തിൽ അവൻ്റെ മടിയിൽ ചരിഞ്ഞിരുന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഞാനിനി കോളേജ് തുടരണോ? നീ പറ, നീ പറയുന്ന പോലെ ചെയ്യാം. എന്നാ പറയട്ടെ? അവൻ്റെ മീശ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. പറഞ്ഞോ. എനിക്ക് ഇയാൾ ഓരോ നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ 2 മാസം അത്രയല്ലേ ഉള്ളൂ. നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാന്നേ. അത് പറയുന്നതിനോടൊപ്പം അവൻ്റെ കവിളിൽ അവൾ അമർത്തിമുത്തി. ആ നിമിഷം അവൻ്റെ ഹൃദയത്തിൽ കുളിര് പടർന്നു. ചുടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. ഞൊടിയിടയിൽ അവളുടെ അതരങ്ങൾ അവൻ കവർന്നെടുത്തിരുന്നു. അവൻ്റെ കൈവിരലുകൾ അവളുടെ ധാവണിയുടെ ഷാളിൻ്റെ പിന്നിൽ അമർന്നു. ധാവണിശീല പൂർണ്ണമായി എടുത്തു മാറ്റി അവളെയും കൊണ്ട് ബെഡിലേക്ക് ചായുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പേറി വന്നു. അതോടൊപ്പം കവിളിനയിൽ ചുവപ്പ് പടർന്നു. അവളിലെ മാറ്റം അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ദീർഘ ചുംബനത്തിന് ശേഷം അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. ശ്വാസനിശ്വാസങ്ങൾക്കനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാറിടങ്ങൾ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അടുത്ത നിമിഷം അവൻ തൻ്റെ മുഖം അപ്പാടെ അവളുടെ നെഞ്ചിലേക്ക് പൂഴ്ത്തിയതും അവൾ അവനെ മാറോട് അണച്ചു പിടിച്ചു. പ്രണയത്തിനപ്പുറം മറ്റെന്തൊക്കെയോ വികാരങ്ങൾ ഇരുവരിലും സ്ഥാനം പിടിച്ചു. പരസ്പരം അറിയാൻ വേണ്ടി ഇരുവരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇരുവരുടെയും ഉടയാടകൾ ഓരോന്നായി അടർന്നു വീണു. ഭ്രാന്തമായ ആവേശത്തോടെ അവൻ ആ പെണ്ണിൻ്റെ ഓരോ അണുവിനെയും ചുംബിച്ചുണർത്തി. അവൻ്റെ ചുണ്ടും നാവും കൊണ്ട് അവൻ അവളിൽ മാന്ത്രിക വലയം തീർത്തു. എത്ര അറിഞ്ഞിട്ടും മതി വരാത്ത പോലെ അവനവളിൽ പിന്നെയും പടർന്നു കയറി. ഒടുവിൽ മനസ്സില്ലാ മനസ്സോട് അവളിൽ നിന്നും പിൻവാങ്ങുമ്പോൾ നേരം വെളുക്കാറായിരുന്നു.
അവൻ ഒരു തരം നിർവൃതിയോടെ തലചരിച്ച് തൻ്റെ തൊട്ടരികിൽ തളർന്നു കിടക്കുന്നവളെ ഒന്ന് നോക്കി. അവളുടെ നെറുകയിൽ മതി വരാത്ത പോലെ അവൻ ചുംബിച്ചുകൊണ്ടിരുന്നു. അവൾ അപ്പോഴേക്കും മയക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. അവനൊന്ന് കണ്ണടച്ചതേ ഉള്ളൂ. അപ്പോഴാണ് ഡോറിൽ തട്ട് കേൾക്കുന്നത്. അവളെ ശരിക്കും പുതപ്പിച്ചു. തറയിൽ അവിടെവിടെയായി കിടക്കുന്ന തങ്ങളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി പെറുക്കിയെടുത്തു. ബെഡിൻ്റെ ഒരു സൈഡിൽ വെച്ച് അതിൽ നിന്നും തൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഡോർ തുറന്നതും മുന്നിൽ അപ്പു അച്ചു. എന്തേ? ഗൗരവത്തിൽ അവൻ ചോദിച്ചു. അത് പിന്നെ ദേവു ചേച്ചി. അച്ചു അത്ര മാത്രമേ ചോദിച്ചുള്ളൂ. എന്തിനാ? അത് പിന്നെ അപ്പു എന്തോ പറയാൻ വന്നതും അച്ചു ഇടയിൽ കയറി. അത് പിന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നു. ചേച്ചിയാ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചേച്ചി എഴുന്നേറ്റോ എന്നറിയാൻ വേണ്ടി വന്നതാ, അച്ചു പറഞ്ഞൊപ്പിച്ചു. അത് പിന്നെ അവൾക്ക് നല്ല സുഖമില്ല. യോഗയൊക്കെ നാളെ ചെയ്യാം. നിങ്ങൾ ചെല്ലി പോയി കുറച്ചു നേരം കിടന്നുറങ്ങ്. അയ്യോ അബിയേട്ടാ, ചേച്ചിക്ക് എന്ത് പറ്റിയതാ? ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് മുറിയിലേക്ക് കയറാൻ ഒരുങ്ങി അപ്പുവിനെ കണ്ട് അബി ഒരു നിമിഷം പതറി. അത് തിരിച്ചറിഞ്ഞ അച്ചു അപ്പുവിനെ തടഞ്ഞു നിർത്തി. അപ്പു നീങ്ങ് വാ, ചേച്ചി ഉറങ്ങിക്കോട്ടെ. എന്നാ യോഗ നാളെ പഠിക്കാല്ലേ? അച്ചു അബിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവനൊരു വിളറിയ ചിരിയും നൽകി അപ്പുവിൻ്റെ കൈയും പിടിച്ച് താഴേക്ക് നടന്നു. എന്നാൽ ഈ ദേവി ചേച്ചിക്ക് എന്ത് പറ്റിയതാവും? നടത്തത്തിനിടയിൽ അപ്പു ചോദിച്ചതും നീ ഒന്ന് നടക്കപ്പു എന്നും പറഞ്ഞ് അച്ചു അവളുടെ കൈയും പിടിച്ച് മുറിയിലേക്ക് നടന്നു. യോഗ പഠിപ്പിക്കാൻ ഇവളാരും യോഗ മാസ്റ്ററാ? ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് ഈ പിള്ളേർക്ക് മനസ്സിലായി കാണോ? എന്നും പറഞ്ഞുകൊണ്ട് അബി ഡോർ അടിച്ച് ലോക്ക് ചെയ്ത് ദേവുവിൻ്റെ അരികിൽ സ്ഥാനം പിടിച്ചു. ക്ഷീണം കാരണം അവനും പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു. 2 ദിവസത്തിന് ശേഷം കോളേജിൽ ബ്രേക്ക് ടൈമിൽ ക്യാൻറ്റീനിലേക്ക് പോകാനിരിക്കുവാണ് ദേവും പാറുവും ആരവും വിഷ്ണു. അനുവും അനഘയും അവരുടെ മുന്നിൽ നടക്കുന്നുണ്ട്. ദേവു അനുവിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അനു, നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. ഞങ്ങളൊക്കെ പോവാ, നിങ്ങളും കൂടി വാ. ദേവുവിൻ്റെ ചോദ്യം കേട്ട് അനു ഉള്ളിലെ ദേഷ്യം പുറത്ത് പ്രകടിപ്പിച്ചില്ല. പുറമേ ചിരി വരുത്തിക്കൊണ്ട് തങ്ങൾ ലൈബ്രറിയിൽ പോവുകയാണെന്നും നിങ്ങൾ പോയിക്കുമെന്ന് പറഞ്ഞതും ദേവു ശരിയെന്നും പറഞ്ഞ് ബാക്കിയുള്ളവരുടെ കൂടെ ക്യാൻറ്റീനിലേക്ക് ചെന്നു. അവർ 4 പേരും അവരുടെ പതിവ് പ്ലേസിൽ സ്ഥാനം പിടിച്ചു. എൻ്റെ ദേവു, നിനക്കിത് എന്തിൻ്റെ കേടാ? നീ എന്തിനാ അനു അനു എന്നും പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ അവളുടെ പിന്നാലെ നടക്കുന്നത്? അവൾക്ക് നമ്മുടെ കൂടെ വരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. എന്നുവെച്ച് നീ എന്തിനാ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത്? ആരവാണാ പറഞ്ഞത്? അതെന്തിനാണെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ആരവ്. നിനക്കറിയോ, എൻ്റെ ദച്ചുവേട്ടൻ എൻ്റെ ജീവനാ. അങ്ങനെയുള്ള എൻ്റെ ദച്ചുവേട്ടൻ കെട്ടാമെന്ന പെണ്ണിന് മുന്നിൽ ഒരൽപ്പം താഴ്ന്നു കൊടുക്കുന്നതുകൊണ്ടേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൾ എൻ്റെ മനുവേട്ടൻ്റെ അനിയത്തിയല്ലേ. ദച്ചുവേട്ടനും മനുവേട്ടനും 2 പേരും എൻ്റെ ജീവനാ. അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടി ആരുടെ മുന്നിലും ഞാൻ തോറ്റു കൊടുക്കും. ദേവ് പറഞ്ഞത് കേട്ടതും മൂവരും ഞെട്ടി. അതിലുപരി പാറുവിൻ്റെ മുഖം വാടിയിരുന്നു. അനുവിനെ നിന്റെ ദച്ചുവേട്ടൻ കെട്ടാൻ പോകുന്നെന്നോ? ആരവിന് വിശ്വസിക്കാനായില്ല. അതെ, വൈകാതെ വിവാഹ നിശ്ചയവും വിവാഹവും കാണും. അനുവിനെ ഏട്ടൻ ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നതാ. ഞാനറിയുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. അഭിയേട്ടനും ഇതിൽ നല്ല താല്പര്യമുണ്ട്, അനു ചെറുചിരിയാലെ പറഞ്ഞു. ദേവ് പറഞ്ഞതൊക്കെയും കേട്ട് പാറുവിൻ്റെ മുഖത്ത് നിരാശ പടർന്നത് വിഷ്ണുവും ആരവും ശ്രദ്ധിച്ചിരുന്നു. എടി, ഇവൾക്ക് നിന്റെ... വിഷ്ണു ദേവുവിനോട് എന്തോ പറയാൻ വന്നതും പാറു വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിമുറുക്കി അവനെ തടഞ്ഞു. അപ്പോൾ അനുവിൻ്റെ ആ റിലേഷൻ അക്കാര്യം നീ നിൻ്റെ ഏട്ടനോട് പറഞ്ഞോ? ആരവാണ് ചോദിച്ചത്. ഇല്ല, അവൾ ഇനിയേ അവനെ മറന്ന് ദച്ചുവേട്ടനെ സ്നേഹിച്ചോളൂ. അതുകൊണ്ട് ഞാനാ ഇനി ഒന്നും പറയുന്നില്ല. അക്കാര്യം അറിഞ്ഞാൽ അത് ദച്ചുവേട്ടന് വിഷമാവും. അനുവിനിപ്പോൾ നല്ല മാറ്റമുണ്ട്, എന്നോട് ദേഷ്യമൊന്നും കാണിക്കാറില്ല. ദേവ് പറഞ്ഞത് കേട്ട് ആരുവിന് അതത്ര പന്തിയായി തോന്നിയില്ല. എങ്കിലും ഈ ഒരു സംഭാഷണം ഇനി വേണ്ട, അത് പാറുവിന് കൂടി വിഷമം ആയേക്കാം എന്ന മട്ടിൽ അവൻ വിഷയം മാറ്റി. പാറുവും തൻ്റെ ഉള്ളിലെ വിഷമം പുറത്ത് കാണിക്കാതെ അവരോട് ഇടപഴകി. അങ്ങനെ 4 പേരും ഓരോന്ന് പറഞ്ഞും ചിരിച്ചും സംസാരിക്കുന്നതിനിടയിലാണ് അബി അങ്ങോട്ട് കയറി വരുന്നത്. വിഷ്ണുവിന് ഹൈഫൈ കൊടുത്തും ചിരിച്ചും സംസാരിക്കുന്ന ദേവുവിനെ കണ്ടതും അബിക്ക് എവിടെയോ ചെറിയൊരു കുശുമ്പ് കുത്തി. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്ന് അബി അവരുടെ അരികിലേക്ക് നടന്നു. തങ്ങളുടെ അരികിലേക്ക് വന്ന അബിയെ കണ്ട് എല്ലാവരും സംസാരം നിർത്തി ഒന്ന് എഴുന്നേറ്റ് നിന്നു. ഇതേ സമയം ദേവു ഒരു കയ്യിൽ ജ്യൂസ് പിടിച്ചു കുടിക്കുന്നുണ്ട്, മറുകയിൽ ഫോണും പിടിച്ച് അതിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചിരിക്കുമായിരുന്നു. അബി വന്നത് അവൾ അറിഞ്ഞതേയില്ല. തൻ്റെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് അബി അവരോടൊക്കെ ഇരിക്കാൻ പറഞ്ഞു. ശേഷം ദേവുവിൻ്റെ അരികിൽ ഒരു കസേര വലിച്ചിട്ട് അവനിരുന്നു. ദേവു അപ്പോഴും ഫോണിൽ തന്നെയാണ്. ദേവു, നെക്സ്റ്റ് അവർ അബിയേട്ടൻ്റെ അല്ലേ? എന്നാൽ നമുക്ക് പോയാലോ? വെറുതെ അങ്ങേരുടെ വഴക്ക് കേൾക്കണോ? ആരവ് ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു. ഓ ആരവ്, നിനക്കിപ്പോഴും അങ്ങേരെ പേടിയാ? അങ്ങേരോട് പോവാൻ പറ. ഞാൻ എന്തായാലും അങ്ങേരെ ക്ലാസ്സിൽ കയറിയിട്ടേ അങ്ങോട്ട് വരുന്നുള്ളൂ. അങ്ങേരനെ വിഴുങ്ങുന്നത് എനിക്കൊന്ന് കാണണം. നിന്റെ ഈ അബിയേട്ടൻ ഉണ്ടല്ലോ, നിങ്ങളുടെ അബി സർ, എൻ്റെ കെട്ടിയോൻ, വീട്ടിലെത്തിയാലേ അങ്ങേരൻ്റെ മുന്നിൽ വെറും എലിയാണ് എലി. ഞാൻ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, അത്രേ ഉള്ളൂ. ദേവു ഫോണിൽ നിന്നും തല ഉയർത്താതെ ഓരോന്ന് പറയുന്നുണ്ട്.
എല്ലാവരും അബിയുടെ മുഖത്ത് നോക്കിയിരിപ്പുണ്ട്. അബി ഒന്നും മിണ്ടാതെ ദേവുവിൻ്റെ കയ്യിലിരിക്കുന്ന ജ്യൂസ് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു. ഈ കൈ ഇത് ഞാൻ എവിടെയോ എന്നും പറഞ്ഞ് ദേവ് തലയുയർത്തി നോക്കിയതും ഗൗരവത്തിൽ തൻ്റെ ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുന്ന അബിയാണ് കാണുന്നത്. പടച്ചോനെ, ഗുരുവായൂരപ്പ, ഹിറ്റ്ലർ, ദേവ് അറിയാതെ പറഞ്ഞുപോയി. എന്നിട്ട് ഡാ പരട്ടകളെ, ഒരു ക്ലൂ തരായിരുന്നില്ലേ, ഡാ ആരും നിനക്ക് വെച്ചിട്ടുണ്ട് ട്ടാ എന്ന് മനസ്സിൽ പറഞ്ഞു അരവിനെ നോക്കി പിറുപിറുത്തു. എന്നാൽ ഞങ്ങൾ പോട്ടെ സർ, നിങ്ങൾ ഒരുമിച്ച് വരുമല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു എഴുന്നേറ്റതും പിന്നാലെ ബാക്കിയുള്ളവർ എഴുന്നേറ്റു. ഡാ മഹാഭാവികളെ, എന്നെയും കൂടെ കൊണ്ടുപോടാ, ദേവു അവരെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. എന്നാ ഞാനും കൂടി അങ്ങോട്ട് എന്നും പറഞ്ഞ് എഴുന്നേൽക്കാൻ ഒരുങ്ങിയ ദേവുവിൻ്റെ കയ്യിൽ അബിയുടെ പിടി വീണു.